അറചമയിക്കൽ പരിപാടിയാണ്. പുറമേ എല്ലാ സാധനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാം വില പേശിയിട്ട് അത്ര കുറച്ച് കിട്ടുമോ ഇത്ര കുറച്ച് കിട്ടുമോ എന്നെ ചോദിച്ചിട്ടാണ് അവർ വാങ്ങുമെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു അറചമയിക്കലിന് ഇന്ന് ഇവിടെ പരിസരത്തുള്ളൊരു മുസ്ലിം വീട്ടിൽ ചെലവഴിക്കപ്പെടും. അവർ ഉപയോഗിക്കുന്ന പല തുണി ഉൽപ്പന്നങ്ങളാണ്. അത് കർട്ടനായിട്ടും സീറ്റ് കവറായിട്ടും ബെഡ്ഷീറ്റായിട്ടും അങ്ങനെ ഈ കാർപ്പറ്റായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ അറചമയിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ആ മേഖലയിൽ നടക്കുന്നത്. തൊട്ടടുത്തൊരു സൊസൈറ്റി ഉണ്ടായാൽ ഈ കൺസ്യൂമറെ ഒന്ന് ബന്ധിപ്പിച്ചൂടെ? അതിന് കസ്റ്റമർ ഡിമാൻഡ് ഒരു വശത്ത് ഉണ്ട്. ഈ കസ്റ്റമർ ഡിമാൻഡിനെയും നമ്മുടെ ചരക്കിനെയും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടത് ആര്, എങ്ങനെ? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ പറഞ്ഞതെല്ലാം റിബേറ്റ് സെയിൽസ് അല്ല. അപ്പോൾ നമുക്ക് കിട്ടാവുന്നൊരു പാക്കേജ്. അപ്പോൾ ഈ സൊസൈറ്റിയുടെ പല മീറ്റിങ്ങുകളിലും ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ചാൽ ഇത്തരം സാധനങ്ങളെല്ലാം പാക്കേജായിട്ട് നമ്മൾ കൊടുക്കണം. അതാണ് ഞാൻ നമ്മുടെ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകാർ അത് ഇവിടെ തദ്ദേശീയ ഉൽപ്പാദന മേഖലയ്ക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതിനൊരു സെമിനാർ വെച്ചിരുന്നു. ആ സെമിനാറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇതാ ഈ വിമാനത്താവളം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ആ വർഷം വിദേശത്ത് നിന്ന് മാത്രം 10.5 ലക്ഷം ആളുകൾ കേരളം വിസിറ്റ് ചെയ്തു. വിമാനത്താവളങ്ങൾ വഴി വിദേശത്ത് നിന്ന് മാത്രം. ഈ 10.5 ലക്ഷം ആളുകളിൽ 1 ലക്ഷം ആളുകളെങ്കിലും കണ്ണൂർ വിമാനത്താവളം വഴി ഇവിടെ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ അവർക്കിവിടെ ആസ്വദിക്കാൻ വേണ്ടി എന്താ ഉള്ളത്? ആയുർവേദമുണ്ട്, തെയ്യങ്ങളുണ്ട്, ഈ കൈത്തറി ഉൽപ്പാദനമുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഫാം ടൂറിസവും ഈ കണ്ണൂർ ലഭ്യമാണ്. ഈ ഫാം ടൂറിസം അടക്കം ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാമായി ബന്ധപ്പെടുത്തി ഇവിടെ എത്തുന്ന ഒരു വിദേശ ടൂറിസ്റ്റ് ഇവിടെ 1-2 ദിവസം താമസിച്ച് മടങ്ങുന്നതിനിടയിൽ ഒരു 10,000 രൂപയുടെ കൈത്തറി തുണി ഇവിടെ ഉപഭോക്താവുന്ന വിധത്തിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ? ഇപ്പം മയ്യില് ഈടൂഴി ആയുർവേദ കേന്ദ്രം, അവിടെ ഉഴിച്ചിലിനും പിഴിച്ചിലിനും മറ്റേ തടവിക്കാനും ഒക്കെ ആയിട്ടാണല്ലോ വിദേശികൾ വന്നാൽ ഒരു വിഭാഗം പോവുക. അപ്പോൾ അവിടെ ഈ ഈടൂഴിയിൽ ഇവർ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ തൊട്ടടുത്തുള്ള കൈത്തറി സൊസൈറ്റിയുടെ തുണിയായാലോ അല്ലേ? അപ്പോൾ എന്തേ വേണ്ടു? ഉൽപ്പാദനം പ്ലാൻ ചെയ്യുമ്പോൾ ആയുർവേദ വൈദ്യന്മാരോട് സംസാരിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന നീളത്തിലും വീതിയിലും അവർക്ക് വേണ്ടുന്ന നിറത്തിലും ഈ സാധനം ഉണ്ടാക്കാനുള്ള പരിപാടി വേണം. ഇതിനേ വേണ്ടു. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ അങ്ങനെ 1 ലക്ഷം ആളുകൾ 10,000 രൂപയുടെ ഉപഭോക്താവായാൽ, 10,000 രൂപയുടെ ചരക്കിൻ്റെ ഉപഭോക്താവായാൽ എന്ത് സംഭവിക്കും? എത്ര രൂപയുടെ മാർക്കറ്റാണ്? ഒന്ന് കണക്കൂട്ടി നോക്കൂ.